മറ്റൊരു കാര്യം, സ്ഥാനാർത്ഥി മറ്റു മണ്ഡലത്തിൽ നിന്ന് വന്ന ഒരാളാണ്. താങ്കളുടെ ഏറ്റവും ബന്ധമുള്ള ഏറ്റവും സുഹൃത്തായിട്ടുള്ള ഒരു മന്ത്രി വി അബ്ദുറഹ്മാൻ. ആ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, അടുപ്പമാണ്. ഞാനിവിടെ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തിരൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. സ്വാഭാവികമായിട്ടും മണ്ഡലം ലീഗിൻ്റെ പ്രസിഡൻ്റാകുമ്പോൾ UDFൻ്റെ കൺവീനറും ഞാനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അടുപ്പവും ബന്ധവും ഒക്കെ വളരെ കൂടുതലാണ്. അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം മന്ത്രിയായി, ഞാൻ MLAയുമായി. അവളും ഇങ്ങനെ ആ സൗഹൃദമൊന്നും നശിക്കാതെ തന്നെ നമ്മൾ സൂക്ഷിച്ച് പോന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലൊരു മത്സരം വന്നു, അതും രസകരമായിട്ടാണ് ഞാൻ എടുത്തത്. പൊതുവെ മത്സര സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടും അല്ലാതെയും ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ്. പലയിടത്തും അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണാതെ വളരെ സൗഹൃദപരമായിട്ട് മത്സരം പൂർത്തിയാക്കാൻ കഴിയും. അത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ എൻ്റെ കൂട്ടുകാരനെ അനാവശ്യമായി വിമർശിക്കുക? വസ്തുതാപരമായുള്ള കാര്യങ്ങൾ അത് സർക്കാരിനെതിരെയും മുന്നണിക്കെതിരെയുമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാർട്ടികൾ കണക്കെടുപ്പിലാണ്. വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് തിരൂരിലെ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, കുറുക്കോളി മൊയ്തീൻ. എത്രത്തോളം ഉണ്ട് തിരൂരിലെ ഒരു പ്രതീക്ഷ? തിരൂരിൽ ശ്രദ്ധേയമായ നല്ലൊരു ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയും. ഒരു 10,000-ലേറെ വോട്ടുകൾ എങ്ങനെയായാലും ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ ഇത്തവണത്തെ മത്സരം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ നല്ല മത്സരം ഉണ്ടായിരുന്നു? കടുത്ത മത്സരമായിരുന്നു. അതിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വരവ് നമ്മളെ പ്രവർത്തകന്മാർക്ക് ഒരു ആവേശം വർദ്ധിച്ചു. രണ്ടും കൽപ്പിച്ച് പ്രവർത്തന രംഗത്തേക്ക് അവരിറങ്ങി. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് UDFൻ്റെ പൊതുവിലും ലീഗിൻ്റെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തു. കടുത്ത ചൂടിന് വകവെക്കാതെ തെരഞ്ഞെടുപ്പ് ചൂട് അവർ വർദ്ധിപ്പിച്ചെടുത്തു. ഞാൻ എൻ്റെ പ്രവർത്തകരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം ത്യാഗപൂർണമായൊരു പ്രവർത്തനമാണ് പ്രാവശ്യം കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു നല്ല പ്രതിഫലനം റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ നോക്കുമ്പോൾ വോട്ട് ശതമാനം കുറച്ച് കൂടിയിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ്? UDFന് കരുത്ത് പകരും സ്വാഭാവികമായിട്ടും. SIR വന്നതുകൊണ്ടുണ്ടായ ഒരു സൗകര്യമുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സജീവമായി കേരളത്തിലാകെ UDFൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തനരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. 10 വർഷത്തെ ദുരിതപൂർണമായ ഒരു ഭരണം, അതിൽ നിന്നൊരു മോചനം ജനങ്ങൾക്ക് വേണം എന്നൊരു ചിന്ത ബഹുജനങ്ങളിൽ വളർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് UDFനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്തയിലേക്ക് ജനങ്ങൾ മാറി. സ്വാഭാവികമായിട്ടും അതിനനുസൃതമായ വിജയം കേരള സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ സമ്മാനിക്കും. ഇപ്പോൾ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ പ്രവാസികളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തിരൂര്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ എത്താത്തത് വലിയൊരു പ്രശ്നമായി മാറിയോ? പ്രവാസികൾ എത്താത്തത് ഈ വിജയത്തിനെ ബാധിക്കൊന്നുമില്ല, ഭൂരിപക്ഷത്തെയാണ് ബാധിക്കുക. എന്നാലും പ്രവാസികൾ ധാരാളം ആളുകൾ വന്നു. എനിക്ക് തന്നെ കരച്ചിൽ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നു, ഞാനിന്ന് വോട്ട് ചെയ്തു, ഞാനിത് സാഹിബ് പുറപ്പെടുകട്ടോ. കുട്ടിയാൻ മാത്രം വന്നു, വോട്ട് ചെയ്തു. വലിയ തുകയൊക്കെ കൊടുത്തിട്ട് അതൊക്കെ എങ്ങനെയാണ് അവരെ അഭിനന്ദിക്കാമെന്ന് എനിക്കറിയില്ല. ദൈവം അവരൊക്കെ അനുഗ്രഹങ്ങൾ നൽകട്ടെ, അതെനിക്കതിനൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ ഈ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞു, ഒരു ബൂത്തുകളിൽ ഒരു കണക്കെടുപ്പ് നോക്കിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാഥമിക പരിശോധന ഞങ്ങളത് കഴിഞ്ഞു. അപ്പോൾ അതിൽ 10,000-ന് മീതെ വോട്ടിന് ജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. ഒന്നും കൂടി താഴെ തട്ടിൽ പഠനം അത് ഇന്നും നാളെയുമായിട്ട് പൂർത്തിയാവുള്ളൂ, സമയമുണ്ടല്ലോ റിസൾട്ട് വരാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ചൂടുകാലത്ത് കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരായതുകൊണ്ട് സാവകാശം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് നൽകാൻ സാധിക്കും. വർദ്ധിക്കല്ലാതെ കുറയില്ല. മറ്റൊരു കാര്യം, സ്ഥാനാർത്ഥി മറ്റു മണ്ഡലത്തിൽ നിന്ന് വന്ന ഒരാളാണ്. താങ്കളുടെ ഏറ്റവും ബന്ധമുള്ള ഏറ്റവും സുഹൃത്തായിട്ടുള്ള ഒരു മന്ത്രി വി അബ്ദുറഹ്മാൻ. ആ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, അടുപ്പമാണ്. ഞാനിവിടെ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തിരൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. സ്വാഭാവികമായിട്ടും മണ്ഡലം ലീഗിൻ്റെ പ്രസിഡൻ്റാകുമ്പോൾ UDFൻ്റെ കൺവീനറും ഞാനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അടുപ്പവും ബന്ധവും ഒക്കെ വളരെ കൂടുതലാണ്. അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്.
അദ്ദേഹം മന്ത്രിയായി, ഞാൻ MLA-യുമായി. അവളും ഇങ്ങനെ ആ സൗഹൃദമൊന്നും നശിക്കാതെ തന്നെ നമ്മൾ സൂക്ഷിച്ച് പോന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലൊരു മത്സരം വന്നു, അതും രസകരമായിട്ടാണ് ഞാൻ എടുത്തത്. പൊതുവെ മത്സര സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടും അല്ലാതെയും ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ്. പലയിടത്തും അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണാതെ വളരെ സൗഹൃദപരമായിട്ട് മത്സരം പൂർത്തിയാക്കാൻ കഴിയും. അത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ എൻ്റെ കൂട്ടുകാരനെ അനാവശ്യമായി വിമർശിക്കുക? വസ്തുതാപരമായുള്ള കാര്യങ്ങൾ അത് സർക്കാരിനെതിരെയും മുന്നണിക്കെതിരെയുമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരാളും ആ കൂട്ടത്തിലൊരു മന്ത്രിയും ആകുമ്പോൾ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരേക്ക് ഉയരും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞങ്ങളാരും മുതിരില്ല, ഞങ്ങൾ പ്രവർത്തകന്മാരും മുതിരില്ല. ആ മര്യാദ, ആ അച്ചടക്കം, ആ മാന്യത കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പല വിഭാഗങ്ങളുണ്ട്. സമസ്ത വിഭാഗമുണ്ട്, ഇവിടെ AP വിഭാഗമുണ്ട്, മറ്റ് മുജാഹിദ് വിഭാഗം, മറ്റ് പല വിഭാഗം. എല്ലാവരുടെയും വോട്ട് നേടാനായി എന്നുള്ളൊരു ഇതുണ്ടോ? മതേതര ചിന്തയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ജാതി മതമൊന്നുമില്ല. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മനുഷ്യർക്ക് മാന്യത നൽകണം, ജനങ്ങളുടെ ഗവൺമെൻറ് വേണം. ഈ ചിന്തയുള്ള എല്ലാ ആളുകളും കൂടി ഒരുമിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതിന് ശരിക്കുള്ള റിസൾട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടുകൂടായില്ല. കാലത്തെ റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. എന്തായാലും മലപ്പുറം ജില്ലയിലും കേരളത്തിലെയും പ്രതീക്ഷ എന്താണ് UDF-ന്റെ? മലപ്പുറം ജില്ലയിൽ 1977 ഉണ്ടായതുപോലെ മുഴുവൻ സീറ്റും കിട്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. തവനൂർ, പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നേടും എന്ന വിശ്വാസത്തിലാണുള്ളത്. അവിടെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് 2 മണ്ഡലങ്ങൾ നടന്നതെങ്കിലും ഒരു മേൽക്കൈ UDF-ന് കൈവന്നിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ട്. അതനുസരിച്ച് മലപ്പുറം ജില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഉജ്ജ്വലമായ പ്രൗഢി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കേരളത്തിൽ എത്ര സീറ്റ് വരെ ഉണ്ടാകും ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ സതീശൻ 100 കവിയും എന്നൊക്കെയുള്ള 100 സീറ്റ് എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായുള്ള ഒരു ചിന്തയിൽ ഒരു 80-85 സീറ്റ് എങ്ങനെയായാലും ഉണ്ടാകും എന്ന്, അത് എൻ്റെ സ്വന്തം കണക്കാട്ടോ. ഞാൻ വലിയൊരു കണക്ക് പണ്ഡിതനൊന്നുമല്ല. എങ്കിൽ പോലും ഞാനിങ്ങനെ വിലയിരുത്തിയിട്ട് എനിക്കൊരു 80-85 സീറ്റൊക്കെ കിട്ടാവുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നിൻ്റെ മനസ്സ് പറയാം. എന്നെക്കാൾ രാഷ്ട്രീയമായി വിവരവും ബന്ധവുമുള്ള ആളായതുകൊണ്ട് സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വർത്തമാനം ഞാൻ തള്ളിക്കളയല്ല. അതിന് ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും, അത്ഭുതം തന്നെ സംഭവിക്കും. തിരൂർ വലിയ വിജയം ഉണ്ടാവും. തിരൂർ വിജയിക്കും. UDF-ന്റെ പക്ഷത്ത് തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തിരൂരിൽ 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ വലിയൊരു വിജയം, പ്രത്യേകിച്ച് 16 സീറ്റും നേടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.